ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 48 ദിവസമായി ദില്ലിയിൽ നടന്ന സമരം അതിന് പരിസമാപ്തിയായിരിക്കുന്നു. പ്രക്ഷോഭകർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. കഴിഞ്ഞ ദിവസവും മന്ത്രിമാർ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്ന നിലപാടെടുത്തിരുന്നു. പക്ഷേ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ്, രാജ്യമെമ്പാടും പ്രതിഷേധം കത്തുകയും കനക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇന്നും കൂടുതൽ പേർ ദില്ലിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നേരത്തെ സോനം വാങ്ചുക് അടക്കം 46 ദിവസത്തോളം നിരാഹാര സമരം ഇരുന്നത്. ദില്ലിയിൽ CJPയുടെ നേതൃത്വത്തിൽ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇടത് വിദ്യാർത്ഥി സംഘടനകളടക്കം ദില്ലി ചലോ മാർച്ചുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ രാജി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്ന വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് ചേർന്നു. വിഷ്ണു, എന്താണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കാര്യം ആരാണ് അറിയിച്ചത്? ഔദ്യോഗികമായി തന്നെ ആ വിശദീകരണം വന്നു. എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? ഇപ്പോൾ വാർത്താ ഏജൻസിയായിട്ടുള്ള ANA ആണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജി നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഈ വാർത്താ ഏജൻസിയായിട്ടുള്ള ANA നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ചർച്ച CJPയുമായിട്ടുള്ള രണ്ടാം ഘട്ട ചർച്ച നടക്കാനിരിക്കെയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നടന്ന ചർച്ചയിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുടെ കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനം അറിയിക്കാം, കൂടിയാലോചനകൾക്ക് അന്തിമ തീരുമാനം അറിയിക്കാമെന്ന് തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. എന്തായാലും വിദ്യാർത്ഥി പ്രതിഷേധത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. അത് രാജ്യത്തെ ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി പ്രതിഷേധം, രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഒരു വിദ്യാർത്ഥി പ്രതിഷേധം CJP കോക്രോച്ച് ജനതാ പാർട്ടി രൂപപ്പെടുന്നു. അവിടെ നിന്ന് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ജന്തർ മന്ദറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ജന്തർ മന്ദറിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അത്തരത്തിൽ സമരം അതിശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ രാജി നൽകിയിരിക്കുന്നത്. ഇത് വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് തന്നെ നമുക്ക് കൃത്യമായി തന്നെ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെക്കേണ്ടി വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മുതൽ അതിശക്തമായിട്ടുള്ള സമരമായിരിക്കും രാജ്യമെമ്പാടും നടക്കാൻ പോകുക എന്നതും കേന്ദ്ര സർക്കാരിന് കൃത്യമായി തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇന്ന് തന്നെ ദില്ലി ജന്തർ മന്ദറിന്റെ പുറത്ത് പല സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികളുമായിട്ട് ഏറ്റുമുട്ടൽ, പോലീസ് വിദ്യാർത്ഥി ഏറ്റുമുട്ടൽ പല സ്ഥലത്തും ഉണ്ടായിരുന്നു. ബീഹാറിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉടലെടുക്കുകയും വലിയ സംഘർഷം ബീഹാറിലുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും നിലനിന്ന ആ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ അപകടം മനസ്സുകൊണ്ടിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മോദി അടക്കം ധർമ്മേന്ദ്ര പ്രധാനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷത്തെ വാർത്ത.